തലതൊട്ടപ്പന്മാരുടെ വലിയ ലിസ്റ്റ് ഒന്നുമില്ലാതെ ഒരു പയ്യൻ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു. തണ്ണീർമത്തൻ ദിനങ്ങളിലെ മെൽവിൻ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു. കൊടുങ്ങല്ലൂർ സ്ലാങ്ങിലുള്ള സംസാരവും ടൂ റിലേറ്റബിൾ മാനറിസങ്ങളും ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിലേക്കും അതോടൊപ്പം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പയ്യൻ ടാഗിലേക്കും നെസ്ലൻ ഉയർന്നു. പ്രേമലുവിലെ നായക കഥാപാത്രവും പ്രേമലു എന്ന സിനിമയുടെ വലിയ വിജയവും ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള ഫാൻ ബേസിന് കാരണമാകും. മലയാള സിനിമയുടെ ഫ്യൂച്ചറിൽ കൂടുതൽ കോൺട്രിബ്യൂഷനുകൾ തരാൻ കെൽപ്പുള്ള നായക നടനായി നെസ്ലൻ മാറുന്നു. ഒരു സ്വപ്നം പോലെ സ്വന്തമാക്കിയ അച്ചീവ്മെന്റുകൾക്കെല്ലാം അപ്പുറത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മനഃപൂർവ്വമുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകളാണ്. ആലപ്പുഴ ജിംഖാനയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഒരു കോളേജ് ഈവന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയ രീതിയിലുള്ള ഹെയ്റ്റ് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നെസ്ലിനെതിരായി കണ്ടു തുടങ്ങിയത്. പ്രേമലു 2 ആയിരിക്കില്ല ഭാവന സ്റ്റുഡിയോസിന്റെ അടുത്ത ചിത്രമെന്ന് ദിലീഷ് പോത്തൻ ക്യൂ സ്റ്റുഡിയോയിൽ പറയുന്നതിന് ശേഷമാണ് ഹെയ്റ്റ് ക്യാമ്പയിൻ കുറച്ചുകൂടി സ്ട്രോങ് ആകുന്നത്. പ്രേമലു 2വിന്റെ തിരക്കഥ നെസ്ലിന് വർക്കായില്ല, അതുകൊണ്ട് സിനിമ ഡ്രോപ്പ് ചെയ്തു. അഭിനവ് സുന്ദരനായകന്റെ മോളിവുഡ് ടൈംസിൽ നിന്നും നെസ്ലൻ പിന്മാറി. ടിക്കി ടാക്കയിൽ ആസിഫ് അലിയേക്കാൾ കൂടുതൽ പ്രതിഫലം ചോദിച്ചുകൊണ്ട് ആ സിനിമയിൽ നിന്നും നെസ്ലനെ മാറ്റി. ഇതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ റൂമറുകൾ നെസ്ലന്റെ പേരുമായി ലിങ്ക് ചെയ്ത് ഒരുപാടുണ്ട്. ഒരു കാര്യം ക്രെഡിബിൾ ആണോ എന്ന് പോലും ഉറപ്പിക്കാനുള്ള ഫാക്ട് ചെക്ക് പോലും ചെയ്യാതെയാണ് ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നത്. ഈ പോസ്റ്റുകളെല്ലാം കീഴിൽ നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുവാനുള്ള കമന്റുകൾ വേറെയും, അതിനോടൊപ്പം ചതിയൻ, അഹങ്കാരി തുടങ്ങിയ കമന്റുകളും. നെസ്ലിന് സപ്പോർട്ടുമായി സംവിധായകൻ അഭിനവ് സുന്ദർ നായക് മോളിവുഡ് ടൈംസ് ഷൂട്ട് ഉടനെ തുടങ്ങുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നു. ടിക്കിടാക്കയുടെ തിരക്കഥാകൃത്ത് ന്യൂയോർക്ക് ഗാറ്റ്സ്ബി മീറ്റ്സ് ഡെൻവർ എന്ന ക്യാപ്ഷനോടെ നെസ്ലിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഷെയർ ചെയ്യുന്നു. അതോടെ അടിസ്ഥാനരഹിത വാർത്തകൾക്കെല്ലാം ലൈഫ് ഇല്ലാതെ. കമ്പാരിസണും റൂമറുകളും എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകൾ ഒരു തരത്തിലും അംഗീകരിക്കാവുന്നതല്ല. വളരെ നോർമലായി സിനിമ ഇൻഡസ്ട്രിയിലേക്ക് നടന്നു കയറിയ നടനാണ് നെസ്ലൻ. അയാളുടെ സിനിമാറ്റിക് യാത്ര അത്ര തന്നെ നോർമലായി തുടരട്ടെ. ഹെയ്റ്റ് ക്യാമ്പയിനുകൾക്ക് മുകളിൽ ബ്ലോക്ക് ബസ്റ്ററുകൾ കൊണ്ട് മറുപടി കൊടുക്കാൻ നെസ്ലിന് സാധിക്കട്ടെ.